നമസ്കാരം, എൻ്റെ ഒരു അനൂപ് എന്നാണ്. ഞാൻ എജ്യുമേൻ്റെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ക്രാഷ് കോഴ്സിന് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ പഠിപ്പിച്ച ചാപ്റ്റേഴ്സിൻ്റെ എക്സാം ആയിരിക്കും. അത് 3 സബ്ജക്റ്റ് വീതമാണ് നടത്തുന്നത്. പിന്നെ വീക്കെൻഡിൽ വന്നിട്ട് നമുക്ക് ഒരു മെയിൻ എക്സാം ഉണ്ട്. ഫസ്റ്റ് വീക്കാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റ് വീതമായിരുന്നു. പിന്നെ തേർഡ് വീക്ക് തൊട്ട് നമുക്ക് ദിവസം 2 മോക്ക് ടെസ്റ്റ് വീതമുണ്ട്. അപ്പോൾ തന്നെ നമ്മളൊരു 45ഓളം എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 45ഓളം എക്സാംസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6000ഓളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഏതൊക്കെ പോർഷനിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം എഴുതിയ 45 എക്സാമിലൂടെ നമ്മൾ സ്വന്തം ഇതായിട്ടാണ് എഴുതുന്നത്. കാരണം നമ്മൾ നോക്കി എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ എന്തെഴുതുന്നു അതാണ് അവിടെ. തൊട്ടടുത്തുള്ള കുട്ടികൾക്കൊക്കെ വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിലൊന്നും നമുക്കൊരു ഗുണമില്ല. നമ്മൾ എന്ത് പഠിക്കുന്നു അതേ നമുക്കവിടെ കാഴ്ചവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 45 എക്സാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് ഓരോ ദിവസം എഴുതുന്നതോറും നമ്മൾ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇമ്പ്രൂവ് ആവും തോറും നമ്മുടെ സ്പീഡ് കൂടും, നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് കൂടും. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഇന്നലെ തന്നെ റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, ഇന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതെല്ലാം കഴിഞ്ഞ 45 എക്സാമുകളുടെ ഗുണം തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ എക്സാം വളരെ നന്നായിട്ട് എഴുതാൻ പറ്റിയത്. അപ്പോൾ നാളെയാണ് എൻട്രൻസ് എക്സാം. അതിൽ വളരെ നന്നായിട്ട് കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുതന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത്. താങ്ക് യു. EduMed Entrance Coaching Center, the pioneers of entrance coaching in Southern Kerala.